ഹലോ പ്ലസ് വൺ എക്സാമിനർ സ്റ്റുഡൻസ്, ഇന്ന് ദാരൻ സാർ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കോണിക് സെക്ഷൻ ചാപ്റ്ററിലെ പരാബോള എന്താണ് നിങ്ങൾ വിളിച്ചോ പാരബോള ടോപ്പിക്സ് മൊത്തം ഒറ്റ വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ഈ ഒരു വീഡിയോ കണ്ടാൽ പാരബോളയിൽ ഏതൊരു ക്വസ്റ്റ്യൻ എങ്ങനെ തിരിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് 4 പാരബോള കാണാം അല്ലേ, 4 എണ്ണം കാണാം. ഒരെണ്ണം സി പോലത്തെ ഒരെണ്ണം അതേ തിരിച്ചിട്ട് സീൻ്റെ റിവേഴ്സ്, അതേപോലെ യു ഷേപ്ഡ് അതേ അതിൻ്റെ റിവേഴ്സ് പോലത്തെ 4 പാരബോളയാണുള്ളത്. 4ൻ്റെയും മീനിങ്ങും സംഭവം ഞാൻ വേഗം പറഞ്ഞുതരാം. എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും. ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക മക്കളെ. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ലൈവ് ഉണ്ട്, ആ കാര്യം മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇനി നമുക്ക് പാരബോളയിലേക്ക് വരാം. എന്താണ് ഒരു പാരബോള എന്ന് പറയുന്നത്? നിങ്ങൾ സാറ്റലൈറ്റ് ഡിഷിൻ്റെ ആ ഷേപ്പ് കണ്ടില്ല, ആ ഷേപ്പിനൊരു പ്രത്യേകത ഉണ്ട്. അല്ലെങ്കിൽ വലിയ സാറ്റലൈറ്റ് വലിയ ഒബ്സർവേറ്ററിക്കൊക്കെ ഉള്ള ഷേപ്പാണത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇങ്ങനത്തെ ഒരു ഷേപ്പും ഇവിടെ ഒരു വരയും. എന്താണ് വര? ശരിക്കും പറഞ്ഞാൽ പാരബോളയുടെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിനെ ഞാൻ വിളിക്കും ഫോക്കസ്. എന്താണ് ഫോക്കസ്? അവിടേക്ക് എല്ലാം ഫോക്കസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ പാരബോൾ എടുത്താൽ നിങ്ങൾ സാറ്റലൈറ്റ് ഡിഷ് ഇങ്ങനെ നമ്മുടെ ആകാശത്ത് ഇങ്ങനെ ലിങ്ക് എടുക്കും. എന്താണ് നിങ്ങൾ സാറ്റലൈറ്റ് ഇത് വരും, റേസ് വരും, അതെല്ലാം കൂടി ഇവിടേക്കാണ് ഫോക്കസ് ആകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അവിടേക്കാണ് സബ്മർജ്. ഓക്കെ, ഇനി ഇവർ പറയുന്നത് ഇത് ഇങ്ങോട്ട് നിൽക്കട്ടെ, ഫോക്കസ് നിൽക്കട്ടെ. ഒരു പോയിന്റ് എന്നുള്ള ഫോക്കസ് എന്നുള്ളൊരു പോയിന്റും അതേപോലെ ഏതെങ്കിലും ഒരു ലൈൻ എടുക്കുക. ഓക്കെ, ഒരു ലൈൻ, അതിനെ നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് വിളിക്കും. ഞാനിപ്പോൾ ഇവിടെ ആ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈനിനെ ഞാൻ വിളിക്കുക എന്താണ്? ഡയറക്ട്രിക്സ്. ഡയറക്ടർ കട്ടെന്നല്ല, ഡയറക്ടറും അല്ല, എന്താ ഡയറക്ട്രിക്സ്. ഓക്കെ, ഒരു ലൈനും ഒരു പോയിന്റും തമ്മിൽ ഈക്വി ഡിസ്റ്റൻ്റ് ആയ പോയിന്റുകൾ ആണ് പാരബോള. അപ്പം ഞാൻ പറയാം, ഈ പോയിന്റ് എടുക്കാം. ഓക്കെ, ഇതാണ് ഫോക്കസ് ആൻഡ് ഇതാണ് ഡയറക്ട്രിക്സ്. ഇത് രണ്ടും തമ്മിൽ ഒരേ ദൂരമുള്ളൊരു പോയിന്റ് എടുക്കണം. അതാണ് ഇപ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ പോയിന്റ് അത് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് പിങ്ക് കളറിൽ മാർക്ക്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഒരു ലൈനിൽ നിങ്ങൾ പറയാം എങ്ങനെ ഒരു ലൈനിൽ നിന്നൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക? എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ, അത് പെർപെൻഡിക്കുലർ അല്ലേ? ആണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കുക, അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒന്നും നോക്കാൻ പറ്റില്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ലൈനെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അങ്ങനെ ഈ ലൈനിൽ നിന്ന് ഇപ്പോൾ വെച്ച് ഈ ദൂരമാണെങ്കിൽ ഈ ഇതിന്ന് അത്രയും ദൂരം തന്നെയുള്ള പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് വരെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. ഓക്കെ, നിങ്ങളൊന്ന് വരച്ച് നോക്കുക. ഇവിടുന്ന് ഇപ്പോൾ ദൂരം കൂടി. ഓക്കെ, നമ്മുടെ ലൈനിൽ നിന്നുള്ള ദൂരം കുറച്ച് കൂടി. എൻ്റെ അൺഡു ബട്ടൺ കാണുന്നില്ലല്ലോ. അൺഡു ബട്ടൺ കിട്ടി. നോക്കിയേ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കൂടി, അതേ സമയത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം കൂടി. അപ്പോൾ ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഇവിടേക്കാണ് വരിക കേട്ടോ. ഞാൻ വരച്ചു തരാം. ഇതൊരു പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇവിടേക്ക് വരും. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവിടെ നിന്നുള്ള ദൂരവും സെയിം ആയിരിക്കും. ഇപ്പം 10 ദൂരമാണ്, ഇത് 10 ആണ്. ഇത് 6 ആണെങ്കിൽ ഇതും 6 ആണ്. ഇത് 5 ആണെങ്കിൽ ഇതും 5 ആണ്. മനസ്സിലായോ? ആ പോയിന്റ് എന്നുള്ള ആ പോയിന്റ്സിലേക്കുള്ള ദൂരം സെയിം ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ് ഇതായിരിക്കും അടുത്ത പോയിന്റ്. ഇവിടേക്കുള്ള ദൂരം 11 ആണെങ്കിൽ ഇതും 11 ആണ്. അങ്ങനത്തെ കളക്ഷൻ ഓഫ് പോയിന്റ്സ്. ഓക്കെ, അങ്ങനത്തെ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഇങ്ങനെ വരും. ഓക്കെ, അതിൻ്റെ ഷേപ്പ് അവസാനം വരെ ഇങ്ങനെ ഒരു പാരബോളിക് ഷേപ്പ്. ഓക്കെ, അതിനാണ് പാരബോള എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് വരച്ചാൽ എനിക്ക് കിട്ടും. ഈ ഷേപ്പിനാണ് നമ്മൾ പാരബോള എന്ന് പറയാം. ഓക്കെ, പാരബോള. എന്നിട്ട് ഒരു ആരോ മാർക്ക് 2 സൈഡിലിട്ട് നമ്മുടെ ആൻസർ കഴിയും. ഓക്കെ, ഇതാണ് ഒരു പാരബോളൻ്റെ മീനിങ്. ഈ ഫോക്കസിൽ നിന്നും ഡയറക്ട്രിക്സിൽ നിന്നും ഇക്വി ഡിസ്റ്റൻ്റ് ആയ പോയിന്റുകൾ, അതൊരു പ്രത്യേക ഡിസ്റ്റൻസ് അല്ല, ഇക്വി ഡിസ്റ്റൻ്റ് ആയ എല്ലാ പോയിന്റുകളും. ഇവിടെ ദൂരം 10 അല്ല, 100 ആയിരിക്കും, പക്ഷേ സെയിം ആണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതാണ്. അപ്പോൾ ഫോക്കസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഡയറക്ട്രിക്സ് ആണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം. ഇനിയിപ്പം ഫോക്കസിന് നമ്മളെപ്പോഴും A കോർഡിനേറ്റ് ആണ് കൊടുക്കുക. നമ്മുടെ ഈ പാരബോള ഇവിടെ മുട്ടുന്ന പോയിന്റ് എപ്പോഴും നമുക്ക് പഠിക്കാനുള്ളത് ഒറിജിൻ ആയിരിക്കും കേട്ടോ. എന്താണ് ഒറിജിൻ? ഞാൻ കാണിച്ചുതരാം. ഇത് ഒറിജിൻ ആണ്. ഓക്കെ, ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താ? 0,0. ഇനി എക്സ് ഡയറക്ഷനിലേക്ക് ഫോക്കസിലേക്കുള്ള ദൂരം. ഓക്കെ, ഫോക്കസിലേക്കുള്ള ഈ ദൂരം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും നമ്മൾ A ആയിട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് A ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഒറിജിൻ റൈറ്റിലേക്ക് എക്സ് ഡയറക്ഷനിൽ A പോയാൽ നമുക്കറിയാം ഇത് A,0. ഇതെന്താണ്? A,0. അതേസമയം നിങ്ങൾക്കറിയാം ഈ ഡിസ്റ്റൻസും സെയിം അല്ലേ? അപ്പോൾ ലെഫ്റ്റിലേക്ക് A പോയി ഇവിടെയുള്ള ലൈൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് -A കൂടെ, അയ്യോ മഞ്ഞ് പോയല്ലോ, -A കൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ. മക്കളെ, മേലിന് താഴേക്ക് പോകുന്ന ലൈൻ ശരിക്കും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും സാർ Y ആക്സിസിനോട് പാരലൽ, അപ്പോൾ Y ഈക്വൽ ടു എന്തെങ്കിലും അല്ലേ? അല്ല. Y ആക്സിസിനോട് പാരലായ ലൈനിന് ഒരു പ്രത്യേകത X ഈക്വൽ ടു എന്ന് വരാം. ഓക്കെ, അപ്പോൾ ഈ ലൈനിന് ശരിക്കും എനിക്ക് വരാം X ഈക്വൽ ടു -A. ഓക്കെ, X ഈക്വൽ ടു -A കൂടെ പാസ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ. ഇതാണ് ഫോക്കസിൻ്റെ ഇക്വേഷൻ. ഇനി ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ ചിലവർ പറയും
മൈനസ് എ ഒന്നും വേണ്ട, നമുക്ക് മൈനസ് എ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന പ്ലസ് ആവില്ല. അപ്പം എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എല്ലാം സെയിം കേട്ടോ. സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചവർക്ക് അത് നന്നായിട്ട് അറിയാം. ഫോക്കസ് നമുക്കിത് എഴുതാം, ഡയറക്ട്രിക്സ് മതി, ബാക്കി എല്ലാം സെയിമാണ്. അപ്പോൾ എ എന്നുള്ള നമ്പർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അത് വെച്ചിട്ടാണ് ചെയ്യാം. ഇനി നിങ്ങൾ പഠിക്കേണ്ട 4 ടൈപ്പ് പാരബോൾ ഉണ്ട്. 4നെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ ടേബിൾ ഒന്ന് ബൈഹാർട്ട് ചെയ്യുക. ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല, ഓരോ ഷേപ്പ് ഞാൻ വരച്ച് നിങ്ങൾ കാണിച്ച് മനസ്സിലാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേബിൾ ബൈഹാർട്ട് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് വെറുതെ വേഗം കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 4 ടൈപ്പ് ഷേപ്പ് ഉണ്ട് മക്കളെ. നമ്മുടെ സി ആണ്, സീൻ്റെ ഇക്വേഷനാണ് y² = 4ax. ബൈഹാർട്ട് ചെയ്തോ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ചേട്ടൻ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y² = 4ax. ഓക്കെ, y² എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എന്താണ് സി ഷേപ്പ് എന്ന് ഓർക്കണം. സി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതാണ് ഓർക്കേണ്ടത്, സി ഷേപ്പാണെന്ന് ഓർക്കണം, അതാണ് y². ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സാധനം. ഇതിന് ഫോക്കസ് നോക്കിയേ a,0 ഇങ്ങനെ നിങ്ങൾ വരയ്ക്കുക. എപ്പോഴും ഈ പാരബോളേൻ്റെ ഉള്ളിലായിരിക്കും, ആ സീൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ ഈ സാധനം വരിക. ഓക്കെ, ഫോക്കസ് വരിക. അതേ സമയത്ത് ഫോക്കസ് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്ട്രിക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോവുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട് മക്കളെ. ഈ പാരബോളേനെ കറക്റ്റ് നടുക്കിൽ മുറിക്കുന്നത് എക്സ് ആക്സിസ് ആണോ വൈ ആക്സിസ് ആണോ? വൈ ആക്സിസ് ബെയർലി ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, ആക്സിസ് ഓഫ് സിമെട്രി. ഓക്കെ, ആക്സിസ് ഓഫ് സിമെട്രി, അത് എക്സ് ആക്സിസ് എന്നാണ് പറയാം. വല്ലപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി എക്സ് ആക്സിസിന് എഴുതുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നല്ലത് y = 0 എന്നാണ്. ഓക്കെ, ഇനി ഇതേ സെയിം സാധനം ഈ സി ഷേപ്പിനെ നമുക്ക് ടെക് വളയ്ക്കാം, ബാക്കിലേക്ക് അടിക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക? y² = -4x. y² സി ആണെന്ന് എല്ലാവർക്കും അറിയാം, സി ഷേപ്പ്. അത് റിവേഴ്സ് അടിച്ചാൽ സൈഡ് മൊത്തം മാറ്റിയാൽ ഇങ്ങനെയായി. ഓക്കെ, സി മാറി ഈ പോലെയാവും. അപ്പോൾ എന്താണ് ഇത് സംഭവം? ഇവിടെ ഡയറക്ട്രിക്സ് ആയി, ഇവിടെ ഇതായി, ഫോക്കസ് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റിലേക്ക് നീങ്ങി ഫോക്കസ്. അപ്പോൾ ആകെ വ്യത്യാസം ഒരു മൈനസ് ഉള്ളൂ കേട്ടോ. ഇക്വേഷനിൽ ഒരു മൈനസ് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഫോക്കസ് -a,0, എ എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കേട്ടോ. ഇത് നമ്മുടെ വെർട്ടെക്സ്, ഇതാണ് നമ്മുടെ x = a ആയി. ഓക്കെ, എയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യു ഷേപ്ഡ്. യു എന്ന് പറയുമ്പോൾ എന്താണ്? x² ഓർമ്മയുണ്ടോ? x² പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇത് x². അപ്പം x² പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. y = x² എന്ന് പറയുമ്പോൾ നമ്മുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചില്ലേ? യു ഷേപ്ഡ്, y = x². ഇവിടെ y = x² അല്ല, ഇവിടെ x² = 4ay. യു ഷേപ്പ് ഉണ്ട്, x² എന്ന് ഓർമ്മ വരണം കേട്ടോ, x². ഓക്കെ, ഈ സമയത്ത് ഫോക്കസ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പം a ഡിസ്റ്റൻസ് മേലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം y ആ 0,a, y ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം a,0 ഒന്നുമല്ല, 0,a ആണ്. അതേ സമയത്ത് താഴേക്ക് പോകുമ്പോൾ y = -a കൂടെയാണ് പാസ് ചെയ്യുക. ആൻഡ് അതേപോലെ യു ഷേപ്പ് നമ്മൾ റിവേഴ്സ് അടിച്ച് എന്തിട്ട് റാ ഷേപ്പ്, റാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² = -4ay. സെയിം സാധനത്തിൽ ഒരു മൈനസ് ഇട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് സി ഷേപ്പുള്ള y². ഓക്കെ, y² = 4ax, അതാണ് സി ഷേപ്പ്. അത് കഴിഞ്ഞാൽ x² = 4ay, അത് യു ഷേപ്പ്. ഇനി അതിൻ്റെ റിവേഴ്സും ഇതിൻ്റെ റിവേഴ്സും. ഓക്കെ, 4 2 പഠിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിലേക്ക് വരും. ഞാൻ പറയുന്ന ടേബിളിൽ ശ്രദ്ധിക്കുക. ഫോക്കസ് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട, വരച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഷേപ്പുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. y² എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ ഞാൻ വരച്ചു തരാം. ഇവിടെ സി ഷേപ്പാണ്, സി ഷേപ്പ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ y² = മൈനസ് എന്ന് പറയുമ്പോൾ സി തിരിക്കുക, അപ്പോൾ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അടുത്തത് x² എന്നുള്ള ഷേപ്പ് എന്താ? യു ഷേപ്പ്. ഓക്കെ, അതേപോലെ തന്നെ x² മൈനസ് എന്ന് പറയുമ്പോൾ റാ ഷേപ്പ്. ഓക്കെ, 4 ഷേപ്പ് കിട്ടി, അതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് സംഭവം മനസ്സിലായി. വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഒറിജിൻ ആണ് എല്ലാത്തിലും വരുന്നത്. നമ്മൾ ഒറിജിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നല്ല പഠിക്കുക. ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം. ഓക്കെ, ലാക്ടസ് റെക്ടം ആണ്, ലാക്ടസ് അല്ല. 4a, നമ്മുടെ a എന്നുള്ളൊരു വാല്യൂ, അതിലിപ്പോൾ 5 10 20 എന്താണെങ്കിലും അത് 4 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ എന്ത് കിട്ടും? ലാറ്റസ് റെക്ടത്തിൻ്റെ നീളം കിട്ടും. ഫോർ എക്സാമ്പിൾ മക്കളെ, എന്താണ് ഈ ലാറ്റസ് റെക്ടം? ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പാരബോള വരയ്ക്കാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പാരബോള. ഓക്കെ, അതാണ് നമ്മുടെ ഡയറക്ട്രിക്സ്. മക്കളെ, ഈ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്. ഓക്കെ, a,0, ഇതാണ് a, ഇത് a ഡിസ്റ്റൻസ് പോയി. ഇനി ഈ ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേക ലൈനാണ്. ഇങ്ങനെ ഫോക്കസിൽ കൂടെ പെർപെൻഡിക്കുലർ ആയിട്ട്, ആക്സിസ് ഓഫ് സിമെട്രീനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിനെ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ്. ഓക്കെ, ഈ ലൈനാണ് നമ്മൾ അണ്ടുവെന്ന് ചെയ്തിട്ട് ഈ സാധനമാണ് ലാറ്റസ് റെക്ടം. ഓക്കെ, നിങ്ങളിത് ബൈ ഹാർട്ട് ഒന്നും ചെയ്യേണ്ട. എപ്പോഴും ചോദിക്കുക അതിൻ്റെ നീളമാണ്, അത് 4 × a. ഓക്കെ, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 4 തവണയാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അത് മനസ്സിലാക്കുക. നിങ്ങൾ പാരബോളയിൽ പഠിക്കാനുള്ള എല്ലാം പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ സംഭവം കുറച്ചുകൂടി സെറ്റാവും. ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് p/q ചെയ്യാം. എക്സാമിന് ചോദിച്ച ചോദ്യം നിങ്ങൾക്കും ചോദിക്കും. ദ ലെങ്ത് ഓഫ് എ ലാറ്റസ് റെക്ടം. നമ്മൾ ലാറ്റസ് റെക്ടത്തിനെ പറ്റി പഠിച്ചു. എന്താണ് നമുക്കറിയാം? 4a ആണ് നീളം. a തന്നാൽ 4a. ഇവിടെ ഇക്വേഷൻ ഓഫ് പാരബോള എന്ന ഷേപ്പും കാര്യം എന്ന് പറഞ്ഞാൽ y² = 10x. അപ്പോൾ നമുക്കത് എഴുതാം. ഓക്കെ, y² = 10x.
പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലല്ലോ. വൈ സ്ക്വയർ ഇസ് ഈക്വൽ 4ax പഠിച്ചിട്ടുണ്ട്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ മൈനസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? എന്താണെങ്കിലും എക്സ് സ്ക്വയർ ഇല്ല, ഇത് രണ്ടും അല്ല. വൈ സ്ക്വയർ ഇസ് ഈക്വൽ 4ax ആണ്, വൈ സ്ക്വയർ ഇസ് മൈനസ് 4ax ആണ്, മൈനസും ഇല്ല. അപ്പം ഈ ഫസ്റ്റ് ഇക്വേഷനായിട്ട് മാച്ച് ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ നമുക്ക് അതായിട്ടൊന്ന് മാച്ച് ചെയ്യിച്ച് നോക്കാം, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വേറെ കളറിൽ എഴുതിത്തരാം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സി ഷേപ്പ്സ് ആണ് 4ax. ഓക്കെ, അപ്പം മുകളിൽ വൈ സ്ക്വയർ ഇസ് ഈക്വൽ 10x കിട്ടി, ഇവിടെ താഴെ കിട്ടി. ലെഫ്റ്റ് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എ കിട്ടണം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് ഒരു ട്രിക്ക് പറഞ്ഞുതരാം മക്കളെ. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ 4a ആണ് നിങ്ങൾക്കറിയാം, ലാറ്റിസ് റെക്റ്റത്തിൻ്റെ നീളം. ഇതെന്താ നിങ്ങൾക്കറിയാം, എന്താണ് ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത്. ഓക്കെ, ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്ത് അത് 4a. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ ആരാ ഉള്ളത്? 10 കഴിഞ്ഞു. അപ്പോൾ ലാറ്റിസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്തിനുള്ള ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ എക്സിൻ്റെ കൂടെ ഏതാ നമ്പർ അതിന് പോസിറ്റീവ് ഭാഗം മാത്രം എടുക്കുക. അപ്പോൾ നമുക്കിവിടെ എഴുതാം 10 എന്ന് എഴുതാം. 10 സെൻറ്റിമീറ്റർ യൂണിറ്റ് കിലോമീറ്റർ ഒന്നുണ്ട്, 10 എന്ന് എഴുതിക്കോ, വേണേൽ യൂണിറ്റ്സിന് എഴുതിക്കോ. ഓക്കെ, ആ സംഭവം കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്യുന്നു, കാരണം രണ്ടും വൈ സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? 10x ഇസ് ഈക്വൽ ടു 4ax. രണ്ട് സൈഡിൽ നിന്ന് ഞാൻ എക്സ് കെട്ടുന്നു. ഓക്കെ, അപ്പോൾ 10 ഇസ് ഈക്വൽ ടു 4a. 4 ഇങ്ങോട്ട് വരുമ്പോൾ 10/4 ഇസ് ഈക്വൽ ടു a. 10/4 ഇസ് ഈക്വൽ ടു a കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡയഗ്രാമൊക്കെ ഐശ്വര്യമായിട്ട് അടിപൊളിയായിട്ട് വരയ്ക്കണം. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. ഇത് സ്റ്റാൻഡേർഡാണ്. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. അപ്പോൾ നമ്മുടെ സി ഷേപ്പ് ഇതാണ് 10/4,0 എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഇതാണ് നമ്മുടേത്. ഇത് എക്സ് ഇസ് ഈക്വൽ ടു -10/4 എന്ന് വരും. ഇങ്ങനെയാണ് മൊത്തം വരിക. ഇതാണ് സംഭവം. ഇതൊന്നും ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതൊക്കെ വിട്. ഇതൊന്നല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ്റെ നമ്മുടെ ലെങ്ത്ത് നമുക്ക് എഴുതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാരബോള വിത്ത് ഫോക്കസ് 0,-3 ആൻഡ് ഡയറക്ട്രിക്സ്. അപ്പോൾ നമുക്ക് വരച്ച് അങ്ങ് ചെയ്ത് ശരിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ നിങ്ങൾക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും റഫായിട്ട് വേഗം വരച്ചു കേട്ടോ, എന്നാലും നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഫോക്കസ് എന്ന് പറയുമ്പോൾ 0,-3. അപ്പം ഗ്രൗണ്ട് 0 ഫ്ലോർ 0ത്തിലാണ് എക്സ് ലെഫ്റ്റിലേക്കല്ല താഴേക്ക് പോയി -3. അപ്പം ഇവിടുന്ന് താഴേക്ക് -1. എൻ്റെ ഈ സാധനങ്ങളൊക്കെ എന്താ പറഞ്ഞു പോകുന്നത്? -1 പിന്നെയും പോയല്ലോ. ഇവിടെ ഇതാണ് -2 പിന്നെയും പോയല്ലോ. ഇതാണ് -3. ഓക്കെ, ഇവിടെയാണ് ഫോക്കസ് 0,-3. ഇതാണ് ഫോക്കസ്. മക്കളെ, ഏത് ഷേപ്പാണ്? നമുക്ക് 4 ഷേപ്പ് ഉണ്ട്. സി ഉണ്ട്, ഓപ്പോസിറ്റ് ഉണ്ട്, യു ഉണ്ട്, റായ ഉണ്ട്. അതിലേത് ഷേപ്പാണ് ഇത് ഫോക്കസ്? ഏതിൻ്റെ നടുക്കിലാണ് ഫോക്കസ്? ആ സാധനം പാരബോളയിൽ നടുക്ക് വരണ്ടേ? സീൻ്റെ ഉള്ളിൽ ഇവിടെയാണ് വരുന്നത്? അല്ല. ഇവിടെയാണ് വരുന്നത്? അല്ല. ഇവിടെയാണ് വരുന്നത്? ഇതും അല്ല. അപ്പോൾ ഇതെന്താ? റാ ഷേപ്പിലാണ് വരുന്നത് അല്ലേ? റാ ഷേപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ റാ ഷേപ്പുള്ള ഏതായിരുന്നു ഓർമ്മയുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാരബോള വരിക. ഓക്കെ, ഈ ഷേപ്പ് ഇതെന്തിൻ്റെ പേര്? റാ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഓർക്കേണ്ടത്? എക്സ് സ്ക്വയർ. യു എന്ന് പറയുമ്പോൾ എന്താ ഓർക്കേണ്ടത്? എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് റാ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാ. എക്സ് സ്ക്വയർ അല്ല, എക്സ് സ്ക്വയർ ആണ്, പക്ഷേ അതിൻ്റെ റിവേഴ്സ്. അപ്പോൾ എന്താണ്? -4ax -4ay. ഓക്കെ, എക്സ് സ്ക്വയർ ആണെങ്കിൽ യു ആയിരുന്നു, പക്ഷേ മൈനസ് ഇട്ടുകൊണ്ട് താഴേക്കായി. അത് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എ എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉള്ളല്ലേ? ഈ 3 -3 അല്ല, എ എപ്പോഴും പോസിറ്റീവാണ്. കാരണം ഇവിടെയും 3 ഇവിടെയും 3. അപ്പോൾ സംഭവം പിടികിട്ടിക്കോ. ഇനി ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടി വരച്ചോ. y = 3. y എന്ന് പറയുമ്പോൾ 3rd ഫ്ലോറിൽ ഇങ്ങനെ വരും, എക്സ് ആക്സിസിനോട് പാരലായിട്ട്. y = 3. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ നോക്കിയേ, ഈ ഡിസ്റ്റൻസും 3 ആണ് മക്കളെ, ഈ ഡിസ്റ്റൻസും 3 ആണ്. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? എ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ കൊണ്ടിട്ടേ, ഇക്വേഷനിൽ കൊണ്ടിടുമ്പോൾ x² = -4 × 3 × y. ദ ആൻസർ ഇസ് x² = -12y. ഇതാണ് നമ്മുടെ ഈ പാരബോളിൻ്റെ ഇക്വേഷൻ. x² = -12y. നമ്മൾ ആൻസർ ചെയ്ത് 3 മാർക്ക് കിട്ടി. PYQ സെറ്റാക്കി. ഇക്വേഷൻ മനസ്സിലാക്കാൻ പഠിച്ചു, ഡിസൈഫർ ചെയ്യാൻ പഠിച്ചു. ലാറ്റിസ് റെക്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ലാറ്റിസ് റെക്റ്റ് എന്താണ്? ഈ നമ്പർ, ആ നമ്പറാണ് ആ 4a എന്ന് പറയുന്ന നമ്പർ. 4 × 3 മൈനസ് ഇല്ല, പ്ലസ് മാത്രം. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഫോക്കസ് ഓഫ് ദ ലാറ്റിസ് പാരബോള y² = 8x. y² = 8x ആണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം മക്കളെ. y² എന്ന് പറയുമ്പോൾ 2 രീതിയാണ് വരിക. നമുക്ക് എന്താണ്? y² എന്ന് പറയുമ്പോൾ 2 ആൻസർ വരാം. സി എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് y² = 4ax. ഇനി മൈനസ് ഉണ്ടെങ്കിൽ എന്താ? സെയിം സാധനം റിവേഴ്സ് വരും. എന്താണ്? y² = -4x. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ്സോ മൈനസ് ആണോ? പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് ആണ്. ഓക്കെ, മൈനസ് ഇല്ല, അത് കിട്ടി. ഇനി ഇയാളുടെ ഫോക്കസ് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇയാളുടെ ഫോക്കസ് എപ്പോഴും ഇവിടെയാണ്. അപ്പോൾ നമ്മളതിനെ എങ്ങനെയായിരുന്നു എഴുതിയത്? നമ്മളതിനെ a,0 എന്ന് എഴുതി അല്ലേ? ആ എ നമ്പർ റൈറ്റിലേക്ക് പോകുന്നു.
ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം. y² = 4ax ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ക്വസ്റ്റ്യൻ വന്നത് y² = 8x. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡ് രണ്ടും കമ്പയർ ചെയ്ത് ഇതും ലെഫ്റ്റ് സൈഡ് ഞാൻ കമ്പയർ ചെയ്ത് തരാം. നോക്കിയാൽ ഈ ലെഫ്റ്റ് സൈഡും കമ്പയർ ചെയ്താൽ എനിക്ക് കിട്ടും 4ax. എനിക്ക് a എന്നുള്ള നമ്പർ ഇടണം, = 8x കേട്ടോ. 4ax = 8x. രണ്ട് സൈഡിൽ നിന്നും x ഞാൻ വെട്ടി, അപ്പോൾ എനിക്ക് എന്തായിട്ട് 4a = 8. അപ്പോൾ a എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, 8/4. ആൻസർ എന്ത് കിട്ടി, 2. a എന്ന് പറഞ്ഞാൽ 2, പക്ഷേ ഫോക്കസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ് 2,0. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ് 2, ഇതുമല്ല ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെല്ലാവരും കമൻറ്റ് ചെയ്യണം. പാരബോള സെറ്റായി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും ചെയ്യാം. അതിലൂടെ ഈ ക്വസ്റ്റ്യൻ്റെ, ഈ പാരബോളിൻ്റെ ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് ആക്സിസ് ഓഫ് സിമെട്രി എക്സ് ആക്സിസ് ആണോ വൈ ആക്സിസ് ആണോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇതിന് ലാറ്റസ് റെക്റ്റം ലെങ്ത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം സീ ഇൻ അദർ വീഡിയോ.